PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CSEB നോട്ടിഫിക്കേഷൻ ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈം ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ കുറച്ചധികം വേക്കൻസികൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്നുണ്ട്. സെക്രട്ടറി 3 പോസ്റ്റ്, കാറ്റഗറി നമ്പർ 11/2024. അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ് ഓർ ഇൻറ്റേർണൽ ഓഡിറ്റർ 15 പോസ്റ്റ് ഉണ്ട്, കാറ്റഗറി നമ്പർ 12/2024. ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ 264 വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത്, കാറ്റഗറി നമ്പർ 13/2024. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. പരീക്ഷ ജൂനിയർ ക്ലർക്കിൻ്റെത് OMR പരീക്ഷയാണ്, ബാക്കി രണ്ടും ഓൺലൈൻ വഴിയാണ് നടത്തുന്നത്. അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 10. കുറേ പേര് ഈ ഒരു എക്സാമിൻ്റെ, അതായത് ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ എക്സാമിൻ്റെ സിലബസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. CSEB ഇതുവരെ അങ്ങനെ കൃത്യമായിട്ട് ഒരു സിലബസ് തന്നിട്ടില്ല. നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് ഓരോ ടോപ്പിക്കും പഠിച്ചു പോകുന്നത്. അതനുസരിച്ചാണ് ഓരോ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും CSEB എക്സാം ക്ലാസ്സസ് എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. 160 ചോദ്യങ്ങളാണ് ഈ എക്സാമിന് ഉണ്ടാവുക. അര മാർക്ക് വീതം, ടോട്ടൽ 80 മാർക്ക്. അതിൽ 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് കണക്ക്, 10 മാർക്ക് GK ആൻഡ് കറണ്ട് അഫെയർസ്. ബാക്കി 50 മാർക്കും വരുന്നത് സബ്ജക്റ്റിൽ നിന്നാണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പം കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, ഓഡിറ്റിംഗ്, അക്കൗണ്ടൻസി, കോസ്റ്റിംഗ്, മാനേജ്മെൻറ്റ്, ഈ ടോപ്പിക്കുകളെല്ലാം വരുന്നുണ്ട്. കോർപ്പറേഷനിൽ തന്നെ കേരള കോർപ്പറേഷൻ, ഇന്ത്യൻ കോർപ്പറേഷൻ ആൻഡ് ഫോറിൻ കോർപ്പറേഷൻ, പിന്നെ കോപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, ഈ 3 ടോപ്പിക്കുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകൾ ഏതാണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചില ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ഇൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ഇൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഉത്തരം അർബൻ ബാങ്ക്സ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബ്രൈറ്റസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അർബൻ ബാങ്കുകളാണ്. അർബൻ ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. RBIയുടെയും RCSൻ്റെയും കൺട്രോളിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി ബാങ്കുകളാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് KCS ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ TA ഏരിയ ഓഫ് ഓപ്പറേഷൻ, അർബൻ ഏരിയ, റൊമാൻസ് ഓഫ് കോപ്പറേഷൻ, കോമൺ മാൻസ് ബാങ്ക്, ബ്രൈറ്റസ്റ്റ് സ്പോട്ട്, ടൗൺ ബാങ്ക്, ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. KCS ആക്ടിൻ്റെ സെക്ഷൻ 74A പ്രകാരം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫൗണ്ടർ ആരാണ്? ഷൂൾസ് ഡെലീഷ്യസ് ആണ്. ഇത് ഒറിജിനേറ്റ് ചെയ്തത് ജർമ്മനിയിലാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ജന്മനാട് ജർമ്മനിയാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഫ്ലൂയിഡ് റിസോഴ്സസിൻ്റെ റേറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് RBI ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മാധവദാസ് കമ്മിറ്റി. അപ്പോൾ ബ്രൈറ്റസ്റ്റ് സ്പോട്ട്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബ്രൈറ്റസ്റ്റ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ബാങ്കുകളാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റ് നോട്ട് മോർ ദാൻ ഡാഷ് നമ്പർ ഓഫ് പേഴ്സൺസ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ ഡാഷ് നമ്പർ ഓഫ് പേഴ്സൺസ്. ഉത്തരം 3 പേഴ്സൺസ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ 3 അംഗങ്ങളിൽ കൂടാത്ത ആൾക്കാരാണ് ഉള്ളത്. അതിലൊരാൾ കൺവീനറാണ്. ഇവർ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കണമെന്നാണ് 2023 അമെൻമെൻറ്റ് ആക്ടിൽ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ നോട്ട് മോർ ദാൻ 3. അടുത്തത്, ഡിസ്ട്രസ് പർച്ചേസ് സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു ഡാഷ് സൊസൈറ്റീസ്. ഡിസ്ട്രസ് പർച്ചേസ് സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു ഡാഷ് സൊസൈറ്റീസ്. ഉത്തരം കയർ സൊസൈറ്റീസ്. കയർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഡിസ്ട്രസ് പർച്ചേസ് സിസ്റ്റം. ശ്രദ്ധിക്കണം, ഡിസ്ട്രസ് സെയിൽ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. distress sale related with the marketing societies. NAFED
എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നാഫഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1958 1958 ഒക്ടോബർ 2-നാണ് നാഫഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഗാന്ധി ജയന്തി ദിനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫഡ്. നാഫഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ബിഗിനേഴ്സ് ശ്രദ്ധിക്കണം. നാഫഡ് എന്ന് പറയുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ്. അതായത് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നാഫഡ്. നാഫഡ് നിലവിൽ വന്നത് 1958 ഒക്ടോബർ 2-ന്, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ് നാഫഡ്. നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ഈസ് നാഫഡ്. അതുപോലെ പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നോഡൽ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഉത്തരം നാഫഡാണ്. നാഫഡിൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ടൂർ. കോപ്പറേറ്റീവ് ടൂർ എന്നത് നാഫഡിൻ്റെ പബ്ലിക്കേഷനാണ്. അടുത്ത ചോദ്യം, FSS വാസ് ഓർഗനൈസ്ഡ് ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് FSS or Farmers Service Society was organized as per the recommendation of ഉത്തരം നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൻ്റെ റെക്കമെൻഡേഷനിലാണ് FSS ഫോം ചെയ്തത്. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ നിലവിൽ വന്ന വർഷം 1972 ഇതിൻ്റെ ചെയർമാനായിരുന്നു RG സരയ്യ. അപ്പം FSS റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറാണ്. ഇനി ഓപ്ഷനിൽ TA പൈ കമ്മിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും ഉത്തരം വരാം. കാരണം 1972 നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ FSS റെക്കമെൻഡ് ചെയ്യുന്നത്. അതേ തുടർന്ന് 1974 ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഹെഡാണ് TA പൈ. ഈ ഒരു കമ്മിറ്റിയാണ് FSSൻ്റെ ഫോർമേഷനെ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്തത്. അപ്പം ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് അതാണ് ഉത്തരം. FSSനെ റെക്കമെൻഡ് ചെയ്തത് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആൻഡ് TA പൈ കമ്മിറ്റി. അടുത്ത ചോദ്യം, ദ ഫണ്ട് ഫോംഡ് ബൈ ഹാൻഡ്ലൂം സൊസൈറ്റീസ് ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ്. ദ ഫണ്ട് ഫോംഡ് ബൈ ഹാൻഡ്ലൂം സൊസൈറ്റീസ് ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ്. ഉത്തരം ത്രിഫ്റ്റ് ഫണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാൻഡ്ലൂം സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട 2 ഫണ്ടുകളാണ് ത്രിഫ്റ്റ് ഫണ്ട് ആൻഡ് സെസ് ഫണ്ട്. സെസ് ഫണ്ട് എന്ന് പറയുന്നത് ഹാൻഡ്ലൂം ആക്ടിവിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ്. എന്നാൽ ത്രിഫ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഹാൻഡ്ലൂം സൊസൈറ്റീസിൻ്റെ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നതാണ്. ഹാൻഡ്ലൂം സൊസൈറ്റീസിൻ്റെ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഫണ്ടാണ് ത്രിഫ്റ്റ് ഫണ്ട്. ഹാൻഡ്ലൂം സൊസൈറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് സെസ് ഫണ്ട്. അടുത്ത ചോദ്യം, വിൻഡോ ഡ്രസ്സിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് സൊസൈറ്റീസ്. വിൻഡോ ഡ്രസ്സിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് സൊസൈറ്റീസ്. ഉത്തരം കൺസ്യൂമർ സൊസൈറ്റീസ്. കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് വിൻഡോ ഡ്രസ്സിംഗ്. കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രേഡ് ഡെപ്പോസിറ്റ്, പർച്ചേസ് ബോണസ്, ഇൻവെൻട്രി കൺട്രോൾ, ആക്റ്റീവ് പ്രൈസ് പോളിസി, ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം, വിൻഡോ ഡ്രസ്സിംഗ്, വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം, പാട്രോണേജ് ഡിവിഡൻഡ്, ലീഡ് ആൻഡ് ലിങ്ക് സിസ്റ്റം, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇതെല്ലാം കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ടേമുകളാണ്. അറിയാത്തവർ നോട്ട് ചെയ്യണം. ട്രേഡ് ഡെപ്പോസിറ്റ്, പർച്ചേസ് ബോണസ്, ഇൻവെൻട്രി കൺട്രോൾ, ആക്റ്റീവ് പ്രൈസ് പോളിസി, ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം, വിൻഡോ ഡ്രസ്സിംഗ്, വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം, പാട്രോണേജ് ഡിവിഡൻഡ്, ലീഡ് ആൻഡ് ലിങ്ക് സിസ്റ്റം, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇതെല്ലാം കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ടേമുകളാണ്. അടുത്തത്, പ്രിസംറ്റീവ് വാല്യൂ ഈസ് റിലേറ്റഡ് ടു ഡാഷ് സൊസൈറ്റീസ്. പ്രിസംറ്റീവ് വാല്യൂ ഈസ് റിലേറ്റഡ് ടു ഡാഷ് സൊസൈറ്റീസ്. ഉത്തരം കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ് പ്രിസംറ്റീവ് വാല്യൂവും ഇൻക്രിമെൻ്റൽ ഇൻകവും ഒക്കെ. അതായത് കാർഡ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട ടേമുകളാണ് ഇൻക്രിമെൻ്റൽ ഇൻകം, പ്രിസംറ്റീവ് വാല്യൂ, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, ഡിസ്ചാർജ് വൗച്ചർ ഫയൽ അല്ലെങ്കിൽ DV ഫയൽ. ഇതെല്ലാം. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി.
ഡാഷ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം റിസർവ് ഫണ്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പാസ്റ്റ് പെർഫോമൻസ് കാണിക്കുന്നത് റിസർവ് ഫണ്ടിൻ്റെ വോളിയം അനുസരിച്ചാണ്. അപ്പം റിസർവ് ഫണ്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനമാണെന്ന് ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ടാണ് റിസർവ് ഫണ്ടിലേക്ക് നീക്കി വെക്കേണ്ടത്. നോട്ട് ലെസ് ദാൻ 15% ആണ് റിസർവ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, കൺസ്യൂമർ ഫെഡ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ. കൺസ്യൂമർ ഫെഡ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ 1965. 1965 കൺസ്യൂമർ ഫെഡ് നിലവിൽ വരുന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെ ആസ്ഥാനം എറണാകുളം. കൺസ്യൂമർ സൊസൈറ്റീസ് കേരളത്തിൽ എത്ര ടയർ സ്ട്രക്ചറാണെന്ന് ചോദിക്കാറുണ്ട്. 3 ടയർ സ്ട്രക്ചറാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഹാസ് 3 ടയർ സ്ട്രക്ചർ. അപ്പെക്സ് ലെവലിൽ വരുന്നതാണ് കൺസ്യൂമർ ഫെഡ്. അടുത്ത ചോദ്യം, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ ഡെവലപ്ഡ് ഇൻ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ ഡെവലപ്ഡ് ഇൻ. ഉത്തരം 4 സ്റ്റേജസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, ഇപ്പോൾ നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉടലെടുത്തത് 4 സ്റ്റേജുകളിൽ നിന്നാണ്. ഫസ്റ്റ് സ്റ്റേജ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. സെക്കൻഡ് സ്റ്റേജ് 1937 ICA ഫോർമുലേറ്റ് ചെയ്തു. തേർഡ് സ്റ്റേജ് 1966 ICA റീഫോർമുലേറ്റ് ചെയ്തതാണ്. അതിനുശേഷം 1995, അതായത് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 1995 വന്ന മാറ്റമാണ്. അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തത് 1995. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കാണണം. കാരണം ഏതൊക്കെയാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്നും ഏതൊക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നും കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അടുത്ത ചോദ്യം, കോറം ഫോർ മീറ്റിംഗ് ഓഫ് എ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ്. കോറം ഫോർ മീറ്റിംഗ് ഓഫ് എ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ്. ഉത്തരം 8. നമ്മളിത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് 8 എന്നാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റേത് 12. അടുത്ത ചോദ്യം, ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഫസ്റ്റ് ഗിവൺ ബൈ. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഫസ്റ്റ് ഗിവൺ ബൈ. ഉത്തരം DR ഗാഡ്ഗിൽ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ഐഡിയ കൊണ്ടുവന്നത് DR ഗാഡ്ഗിലാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നറിയപ്പെടുന്നത് DR ഗാഡ്ഗിൽ. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്, ടുവാർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ബുക്ക് എഴുതിയത് DR ഗാഡ്ഗിലാണ്. ടുവാർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ബുക്ക് DR ഗാഡ്ഗിലിൻ്റേതാണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഈസ് ദ ഡാഷ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഈസ് ദി ഡാഷ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഉത്തരം 4th കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒരിക്കലും ഒഴിവാക്കരുതാത്ത ഒരു ടോപ്പിക്കാണ്. നിലവിൽ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അത് ഓർഡറിൽ തന്നെ പഠിക്കണം. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇതാണ് 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നത് 4ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അടുത്ത ചോദ്യം, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓൺ റെസീറ്റ് ഓഫ് റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് ഷാൽ പാസ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓൺ റെസീറ്റ് ഓഫ് റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് ഷാൽ പാസ്. ഉത്തരം അവാർഡ്. ഒരു ഡിസ്പ്യൂട്ടിൻ്റെ റെഫറൻസ് കിട്ടിയാൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പാസ്സാക്കുന്ന എന്താണ്? അതിനെ അവാർഡ് എന്നാണ് പറയുന്നത്. അത് 1 വർഷത്തിനുള്ളിൽ അവാർഡ് പാസ്സാക്കണം എന്നും പറയുന്നു. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 70A. KCS ആക്ടിൻ്റെ സെക്ഷൻ 70Aയിലാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്നത്. നോൺ മോണിറ്ററി ഇഷ്യൂസ് ആണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. മോണിറ്ററി ഇഷ്യൂസ് ആണെങ്കിൽ രജിസ്ട്രാറുടെ മുമ്പാകെയും നോൺ മോണിറ്ററി ഇഷ്യൂസ് ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുൻപാകെയുമാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. CSEB എക്സാമുകൾക്ക് നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്